മീനുളിയാൻപാറ എപ്പിസോഡിലൂടെയാണ് ഈ ജൂലിയസ് മാനുവൽ എന്നുള്ള പേരും ഈ ഹിസ്റ്റോറീസ് എന്ന ചാനലും ആദ്യമായിട്ട് ഞങ്ങളൊക്കെ കാണുന്നത്. വല്ലാത്തൊരു കഥയ്ക്ക് പോലും ഇൻസ്പിറേഷൻ ആകുന്നു ഒക്കെ ഇങ്ങനത്തെ പ്രോഗ്രാമുകളാണ്. 30 മിനിറ്റ് ആൾക്കാരെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ആദ്യമായിട്ട് ചിന്തിച്ചത് പിയർബക്സ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണെന്നറിയാൻ മേല ഇത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടു. എനിക്ക് നമ്മളും അങ്ങനെ കണ്ടതെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു 4-5 വീഡിയോകൾ പഠിക്കാൻ വേണ്ടി തന്നെ ഇട്ട വീഡിയോസ്. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ ഇവിടം വരെയുള്ള വീഡിയോസ് പിന്നെ ഓരോ അപ്ഗ്രേഡ് ചെയ്ത് കയറി വന്നത്. ആമസോൺ എക്സ്പെഡീഷൻ ഒരു സീരീസ് ഉണ്ടായിരുന്നു. 3-ാമത്തെ 4-ാമത്തെയോ പാർട്ട് വീണ് കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ ഫോൺ വിളിച്ചു. ഉടനെ ഇടുമെങ്കിൽ ഒരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വിളിച്ചു. ആമസോണിൻ്റെ അടുത്ത പാർട്ട് ഇട്ട ശേഷം മറ്റൊരു കോള് വന്നിട്ട് പറഞ്ഞു, സാറ് ഭയങ്കര താമസിച്ചാണ് ആ പാർട്ട് ഇട്ടത്, ചൂടായിട്ടാണ് പറഞ്ഞു. എൻ്റെ അങ്കിൾ മരിച്ചുപോയി, അറിയാവോ എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്ക് ഈ മോനോട് ചോദിച്ചതാണ്, ഇദ്ദേഹം ഇതുവരെ വീഡിയോ ഇട്ടില്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹം മരിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ വീഡിയോ പബ്ലിഷ് ആയി ചെയ്തു. ഞാനിരിക്കുന്ന ബ്രാഞ്ചിലേക്ക് ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിക്ക് ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുഖമെല്ലാം കൂടെ മാസ്ക് ചെയ്തിട്ട് 2 പിള്ളേർ വന്നു കേട്ടോ. വന്ന് കയറി കഴിഞ്ഞപ്പോഴേ ഇവ മാനേജറിൻ്റെ അവിടെ നിന്നിട്ട് തോക്ക് എടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടിട്ടിരിക്കാം. മേലോട്ട് 2 വീഡിയോ വെച്ചു. ഇതിനകത്ത് ഉണ്ടൊക്കെ ഉണ്ടെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ മോന്തയ്ക്ക് ഇവർ ഈ കയ്യിരിക്കുന്ന ഈ തോക്ക് വെച്ചിട്ടാണ് വീഡിയോ കൊടുത്തു. അവനതോടെ ബോധം പറഞ്ഞ് വീഴുകയും അതിനകത്ത് ഈ സാധനം മുഴുവൻ ഡോളർ ഒരു എക്സ്ചേഞ്ചാണ്. ഇഷ്ടംപോലെ സാധനം അതിനകത്തുണ്ട്, എല്ലാ ടൈപ്പ് കറൻസിയും. അതെല്ലാം കൂടെ വലിച്ചു വാരിയിടും. ഇതൊക്കെ ഈ 2 മിനിറ്റ് നടന്ന സാധനങ്ങൾ. ഞാൻ നിന്നതിൻ്റെ പുറകിലൊരു തുളയുണ്ടായിരുന്നു, അതായത് ഭിത്തിയിൽ. അത് വെടി പറഞ്ഞാൽ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയിരുന്നെങ്കിൽ കഥ പറച്ചിലൊന്നുമില്ല, കഥ തീർന്നാണ്. ഹിസ്റ്ററി എന്നാൽ ഹിസ്റ്റോറീസ് എന്ന് വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ചരിത്രം എല്ലാവരുടെയും കഥയാണെന്ന് നമ്മൾ അറിഞ്ഞതും ആ കഥകൾ നമ്മളെ ത്രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിലപ്പോഴെങ്കിലും കരയിപ്പിക്കുകയും ചെയ്തതുമൊക്കെ പിന്നീടാണ്. പുസ്തകം കടന്ന് ഈ വായനയിലേക്കും വീഡിയോകളിലേക്കും കഥകൾ സന്നിവേശിച്ച കാലത്ത് പര്യവേഷണത്തിന്റെയും പുറപ്പാടുകളുടെയും കടൽ കൊള്ളകളുടെയും അതിജീവനത്തിന്റെയും കഥകൾ പറഞ്ഞ് നമ്മളെ ത്രില്ലടിപ്പിച്ച സ്റ്റോറി ടെല്ലർ. ഫിസിക്സ് പഠിച്ച് ബാങ്കിംഗ് മേഖലയിലെ ജോലിക്ക് ശേഷം നാട്ടിലെത്തി യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേഷൻ പ്രൊഫഷനാക്കി മാറ്റിയ ഹിസ്റ്റോറീസിന്റെ കർത്താവ് ജൂലിയസ് മാനുവൽ. ആറു വർഷം മുമ്പ് ജൂലിയസ് ചെയ്ത മീനുളിയാൻപാറ എപ്പിസോഡിലൂടെയാണ് ഈ ജൂലിയസ് മാനുവൽ എന്നുള്ള പേരും ഈ ഹിസ്റ്റോറീസ് എന്ന ചാനലും ആദ്യമായിട്ട് ഞങ്ങളൊക്കെ കാണുന്നത്. അതിനുശേഷമാണ് അപ്പം 5 വർഷത്തിന് മുമ്പ് പിയർബക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റോറി ഒരു ആനയെക്കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നല്ലോ. അതിൽ ഈ കൊലയാന നരഭോജിയാകുമോ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ പോലെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതാണ് നമ്മളെയൊക്കെ ആകർഷിക്കുന്നത് ആദ്യമായിട്ട്. ഇപ്പം മനുഷ്യനെ തിന്നുന്ന ആനയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ഓൾറെഡി ഹുക്കാവുന്നതും പിന്നീട് നമ്മുടെ ചാനൽ പോലത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. വല്ലാത്തൊരു കഥയ്ക്ക് പോലും ഇൻസ്പിറേഷൻ ആകുന്നു ഒക്കെ ഇങ്ങനത്തെ പ്രോഗ്രാമുകളാണ്. അപ്പം ഇതുവരെയുള്ള ജേർണി എന്തായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ഈ മീനുളിയാൻപാറ എന്ന് പറഞ്ഞ അതാണ് ഒരു ഫസ്റ്റ് വീഡിയോ. ആ വീഡിയോ അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒരു ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഇട്ടതല്ല. ആ സമയത്ത് ഇങ്ങനെ ചാനൽസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞാൽ ആളുകൾ എങ്ങനെ എടുക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഷണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ച ആളുകൾ മുട്ട കഷണ്ടി എന്നൊക്കെ വിളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ആ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മീനുളിയാൻപാറയിൽ ഒരുപാട് ആളുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെന്ത് സാധനമാണെന്ന് നമ്മളാണ് ആദ്യം പറയുന്നത്. ഒരു സ്കൈ ഐലൻഡാണ്. ഒരു മലയുടെ മുകളിൽ ഒരു മുട്ട കൊന്നുപോലുള്ള സ്ഥലത്ത് അതിൻ്റെ മുകളിൽ മാത്രം ഒരു ക്യാപ്പായിട്ട് ഒരു വനപ്രദേശം. അപ്പം അതിനെ സ്കൈ ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ ടൈം അവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പം ആളുകൾക്ക് മനസ്സിലായി ഇയാൾക്ക് എന്തോ അറിയാം ഇതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ആ വീഡിയോയുടെ കീഴേ വന്ന് കമൻ്റൊക്കെ ചെയ്തു. അപ്പം അതിലൊരു കമൻറ്റ്, നിങ്ങളെന്തിനാ ഈ ക്യാപ്പ് വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ക്യാപ്പ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളായിട്ടങ്ങ് ഇരുന്നാൽ മതി. അപ്പം ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് തലയിലെ തൊപ്പി എടുത്ത് മാറ്റി. പിന്നെ 2ാമത്തെ 3ാമത്തെ വീഡിയോയിലൊക്കെ ഇതുപോലെ ഇരുന്ന് സാധാരണ നിന്നാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇരിക്കുമ്പം ഈ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. +2-ലൊക്കെ കുറേ വർഷങ്ങൾ ഞാനിങ്ങനെ ഫിസിക്സാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് ഇരുന്നാൽ എനിക്ക് വായിന്നൊന്നും വരത്തില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങ് നിന്നിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ആദ്യം മീനുളിയാൻപാറ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് 6-7 മിനിറ്റുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ 10 മിനിറ്റൊക്കെ മാക്സിമം. അതൊന്നും ആൾക്കാരങ്ങനെ കേൾക്കുന്ന ഒരു കാലഘട്ടമല്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ പിയർബക്സ് എന്നതിൻ്റെ ഒരു ഒറിജിനൽ സാധനം, ആ ഒരു ആനയുടെ കഥ പറഞ്ഞപ്പോൾ അത് ഇച്ചിരി ലെങ്ത് ഉണ്ട്. എനിക്ക് ഒന്ന് ഒരു 1/2 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്.
അപ്പോൾ അതെനിക്കൊരു ഇതുണ്ടായിരുന്നു, ഈ 30 മിനിറ്റ് ആൾക്കാർ ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ 30 മിനിറ്റ് ആൾക്കാർ ഇരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ആദ്യമായിട്ട് ചിന്തിച്ചത് ഈ പറയുന്ന പിയർബക്സ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഫുൾ ഇൻസിഡൻറ്റ് ഇരുന്നങ്ങ് പഠിച്ചിട്ട് ഇതിലേതാണ് വലിയൊരു കഥ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പല ഉപകഥകളുണ്ടല്ലോ, പല സ്റ്റേജസ് ഉണ്ട്. ആദ്യം ഇന്നത് സംഭവിച്ചു, പിന്നെ വേറെ സംഭവിച്ചു, ഇങ്ങനെ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതിൽ ഏതാദ്യം പറയണം, നടന്നതുപോലെ പറയുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും പഠിച്ചിരിക്കുന്നത് ആ ഒരു ക്രമത്തിൽ. അപ്പോൾ ആ ക്രമം അങ്ങ് മാറ്റി അതിൽ മനുഷ്യന് ഇൻട്രസ്റ്റിങ് തോന്നിട്ടാണെങ്കിൽ അവർക്ക് താല്പര്യം തോന്നുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആദ്യം പറയും. അത് പറഞ്ഞിട്ടാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊന്നും പറയുന്നത് ഞാൻ റിവേഴ്സ് വീണ്ടും ആദ്യം തൊട്ട് വരിക. അത് ആദ്യമായിട്ട് ആ വീഡിയോയിലാണ് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ പക്ഷേ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയാൻ മേല, ഇത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ എവിടെയൊക്കെ കണ്ടു. എനിക്ക് നമ്മളും അങ്ങനെ കണ്ടതെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആളുകളെല്ലാം വന്ന് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ പറയുന്നത് വ്യക്തമാകുന്നുണ്ട്, ഭാഷ നല്ലതാണ്, പിന്നെ ഉച്ചാരണം നല്ലതാണ്, പിന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ കാര്യം, ഈ കഥ കേട്ടവരുണ്ട് നേരത്തെ, ഇത് ബുക്കിലുള്ളതാണല്ലോ, അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഇൻപുട്ട് അതിനകത്ത് കിട്ടിയപ്പം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അടുത്ത വീഡിയോയിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു 4-5 വീഡിയോകൾ പഠിക്കാൻ വേണ്ടി തന്നെ ഇട്ട വീഡിയോസാണ്. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇവിടം വരെയുള്ള വീഡിയോസ് പിന്നെ ഓരോ അപ്ഗ്രേഡ് ചെയ്ത് കയറി വന്നത്. ഈ ചരിത്രത്തിലെ തന്നെ വസ്തുക്കളും സംഗതികളും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു ഏറെക്കുറെ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേ സമയത്ത് കഥയായിട്ട് പറയുമ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു ചെറിയൊരു നാടകീയതയും ചെറിയ ഹൈസും ലോസും ഒക്കെ വേണ്ടി വരും. അത് മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണോ? അതിൻ്റെ ഒരു ലൈൻ എവിടെയാണ് ഡ്രോ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന എല്ലാ ചരിത്ര കഥകളിലും ഈ സാധനം ഉണ്ട്. വികാരങ്ങളുണ്ട്, ദുഃഖമുണ്ട്, കരച്ചിൽ, സന്തോഷം, ഇതെല്ലാം ഉണ്ട്. ഇത് എവിടെയാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ സ്റ്റോറി നമ്മൾ പറയുമ്പം ആ ഒരു പരിവേഷകൻ്റെ മനസ്സിൽ കുറച്ച് വികാരങ്ങളും വിചാരമൊക്കെ ഉണ്ട്. അപ്പം നമ്മളാണ് ആ പരിവേഷകൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എന്ത് ചിന്തിച്ചു എന്നുള്ളത് നമ്മളാണ് ആ സ്ഥലത്ത് എത്തിപ്പെടുന്നതെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കുക, അത് ഞാനങ്ങ് പറയും. ഇപ്പം അയാൾക്ക് ആ സമയത്ത് ഇന്ന രീതിയിലുള്ള പിരിമുറുക്കം ഉണ്ടായിരുന്നു, അദ്ദേഹം അങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ഇത് ഞാനാ ചിന്തിക്കുന്നത്. ഈ പിയർ ബക്സായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുമോ? പറ്റും. ഇപ്പം അതിനകത്ത് ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ മാംസം ഭക്ഷിക്കുന്ന ആന എന്നൊക്കെ പറഞ്ഞാണ് ആ ടൈറ്റിൽ കിടന്നിരുന്നത്. കാരണം വെച്ചാൽ ആ ആനയ്ക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ ആൾക്കാരെ കുത്തി കൊന്നിട്ട് കടിക്കും. അപ്പം ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് മാംസം ഭക്ഷിക്കുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണ എന്നാണ് ഇത് നരഭോജിയായിട്ടുള്ള ആനയാണ് എന്നുള്ളൊരു. പക്ഷേ ആ ഹെഡിങ് ഇട്ടത് ഇത് കണ്ടിട്ട് ആൾക്കാർ, അന്നത്തെ സമയത്ത് നമ്മുടെ ചാനലിൽ ആരും ഇല്ല, ആരെങ്കിലുമൊക്കെ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് തെറ്റൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു 2-3 വേട്ടക്കാർ വന്ന് കയറുന്നുണ്ട്, ഇവർ ഈ ആനയെ പിടിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. അപ്പോൾ അതിലൊരു സീനുണ്ട്. ഇപ്പം കുറച്ച് പേര് ഒരു വഴിയെ പോയി കഴിയുമ്പോഴത്തേക്ക് അതിന് ഓപ്പോസിറ്റ് ഒരു കാളവണ്ടി വരും. അപ്പോൾ ആ കാളവണ്ടിക്കകത്ത് 2-3 ഡെഡ് ബോഡീസ് കിടപ്പുണ്ട്, ആന ചവിട്ടിക്കൂട്ടി പേസ്റ്റ് രൂപത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആന ചവിട്ടിക്കൂട്ടി ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒറിജിനൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മളത് ഒരു പേസ്റ്റ് രൂപം എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് മനസ്സിലായി അത്രയ്ക്ക് വികൃതമായിട്ട് ആന ചവിട്ടിക്കൂട്ടിയിട്ടിരിക്കുക. അപ്പം അങ്ങനെ കുറച്ച് സാധനം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇത് ബിയർ ബക്സിൽ തന്നെ ജനലിലൂടെ ആന തുമ്പിക്കേട്ട് അത്തോട്ടെടുക്കുക, ആ സീനൊക്കെ ഭയങ്കര, ആ സീൻ അത് അങ്ങനെ വരാനുള്ള കാരണമുണ്ട്. അതായത് അതെൻ്റെ മമ്മിയുടെ അച്ഛൻ, പുള്ളി ഒരു ഫോറസ്റ്ററായിരുന്നു. അപ്പം CP രാമസ്വാമിയുടെ കാലത്ത് നമ്മുടെ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഒരുപാട് കഥകൾ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിലൊരു കഥ ഇതുമായിട്ട് കറക്റ്റ് മാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അത് കുറച്ച് കാര്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം അന്നത്തെ കാലത്ത് ഇവർക്ക് ഈ ഫോറസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മുടെ സാധാരണ മരക്കമ്പുകളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഹട്ടാണ്, അതിനകത്ത് ഇവർ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഇപ്പം ഒരു നിക്കറും പിന്നെ കയ്യിലൊരു വടി, ഷർട്ടൊന്നുമില്ല ആ സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഇങ്ങനെ ഇവർ ഇതിനകത്ത് കിടന്ന് ഉറങ്ങല പതിവ്. അപ്പോൾ ഇതുപോലൊരു ഹട്ടിനകത്ത് ഈ അപ്പൂപ്പൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മലർന്ന് കിടന്ന് ഉറങ്ങുക. പുള്ളി ഇങ്ങനെ ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കി, ഒരു ശബ്ദം കേട്ടിട്ട് പുള്ളി ഇങ്ങനെ മുകളിലോട്ട് നോക്കി എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു വള്ളി പോലെ എന്തോ ഒരു സാധനം താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടു. പുള്ളിക്ക് പെട്ടെന്ന് ഈ പകുതി ഉറക്കായതുകൊണ്ട് ഇതെന്താ സാധനമെന്ന് മനസ്സിലായില്ല. കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ആനയുടെ തുമ്പിക്ക്. ആന ഈ ഹട്ടിൻ്റെ മേളിൽ കൂടെയുള്ള ഇതിനകത്തൂടെ തിക്കി ചെന്നിട്ട് ഇതിനകത്തൂടെ കയറിയിട്ട് ഈ തുമ്പിക്കയിട്ട് ഇത് എന്താണെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇതേ സാധനമാണ് ഈ പിയർബക്സിലെ ഈ ജനലിൽ കൂടെ ഇത് കയറി വരുന്നത്. അപ്പോൾ ഇത് പേഴ്സണൽ ലൈഫിൽ നിന്ന് റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് ചില കാര്യങ്ങൾ പറ്റുന്നത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഉൾക്കൊണ്ട് പറയാനായിട്ട് പറ്റും. അതാ അവിടെ സംഭവിച്ചു. ഈ ആനകളുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ സ്പെസിഫിക് ആയിട്ട് ചേസ് ചെയ്ത് പോയിട്ടുണ്ടോ? അത് ഇപ്പം മുമ്പ് പറഞ്ഞിട്ടുള്ള ചില കഥകളൊക്കെ, ഇപ്പോൾ ഈ ഒരു റേഞ്ചർ ഫോട്ടോ എടുക്കാൻ പോകുന്നു, ഓടിക്കുന്നു, അതിനുശേഷം ഒരു ബട്ടൺ ചുറ്റി ഓടുന്ന കഥകളൊക്കെ, അപ്പം ഇങ്ങനത്തെ കഥകളൊക്കെ പിന്തുടർന്ന് പോയിട്ടുണ്ടോ? അതോ വായിക്കുന്ന അല്ല, അങ്ങനെ കഥകൾ പിന്തുടർന്ന് പോകുന്നില്ല.
കുറേ കഥകളെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ ഒരു ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന സമയത്ത് വായിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കയറി ഓർമ്മ വരും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് തിരക്കുന്ന കൂട്ടത്തിലായിരിക്കും വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കാണുന്നത്. അപ്പോൾ അതവിടെ ഇട്ടിട്ട് അത് നല്ലൊരു ഇൻട്രസ്റ്റിങ് സബ്ജക്റ്റ് ആണെങ്കിൽ നേരെ അങ്ങോട്ട് കൊടുക്കും. ഈ ജൂലിയസിന്റെ കാഴ്ചക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകുന്ന ഒരു വിഷയം ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതായത് പുസ്തകങ്ങളിൽ ഒബ്വിയസ്ലി ഇതുണ്ടാവാം, പല വീഡിയോസിൽ ഇതുണ്ടാവാം. അതിൽ നിന്ന് ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ് മെത്തഡോളജി എന്താണ്? അത് വലിയൊരു പ്രോസസ്സ് എന്ന് പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് പുസ്തകങ്ങളെ, ജേർണൽസ്. ഇപ്പം ഒരു കപ്പൽ യാത്രയാണെങ്കിൽ ആ കപ്പിത്താൻ്റെ ലോഗ് ബുക്ക് അതൊക്കെ നമുക്കിപ്പം നെറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് കാണാൻ കിട്ടും. പക്ഷെ അത് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ October 2 രാവിലെ അന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, എങ്ങനെയൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ബേസായിട്ട് എടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ അന്ന് എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി മാത്രം. പക്ഷേ അത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വായിച്ചിട്ട് വേറെ ആളുകൾ ഇത് വായിച്ചിട്ട് കുറച്ച് ആധികാരികമായിട്ട് ചില ഹിസ്റ്റോറിയൻസ് ബുക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ളത് കിട്ടും. ഇപ്പം മിനിമം 2 ബുക്കെങ്കിലും കപ്പിത്താൻ്റെ ഒറിജിനൽ ലോഗും വായിക്കണം. ആ ലോഗ് വെച്ചിട്ട് ഇതെന്താ സംഭവിച്ചത് എന്ന്. ഇപ്പം മഗലൻ്റെ സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ മഗലൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട്, പിക്കഫെറ്റാന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ നീണ്ട സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിച്ചെടുക്കാനായിട്ട്. പക്ഷേ ഇതെല്ലാം വെച്ചിട്ട് വേറെ ആധുനിക ചരിത്രകാരന്മാർ നല്ല ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ രണ്ടും കൂടെ എടുത്ത് വായിക്കും. വായിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ലൈനപ്പ് കിട്ടും. ഇതെങ്ങനെയാണ് ഈ സ്റ്റോറി നടന്നിട്ടിരിക്കുന്നത്, ഇതെങ്ങനെ ഈ സംഭവം നടന്നത്, എവിടെ നിന്ന് ഇറങ്ങി, എങ്ങോട്ട് പോയി. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഈ യാത്രയൊന്ന് കാണും. മുമ്പ് പറഞ്ഞതുപോലെ ഇതിലേത് ആദ്യം പറയണം, ഏത് നടുക്കാക്കണം, ഏത് അവസാനമാക്കണം എന്നൊക്കെ നമ്മളൊന്ന് തീരുമാനിക്കും. എത്ര ഭാഗമൊക്കെ ആയി സാധ്യതയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഇത് പതുക്കെ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റിംഗ് ഇല്ലായിരുന്നു. ഈ പിയർ ബക്സൊക്കെ വെറുതെ നിന്ന് പറയും. അത് ആ വീഡിയോ കേട്ടാൽ അറിയാം. ഞാൻ ഇടയ്ക്ക് മുക്കുകയും മൂളുകയും ഒക്കെ ഗ്യാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടമാനം ആലോചിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അത് കണ്ടമാനം ഈ ഗ്യാപ്പ് ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ആളുകൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ അതൊരു അരമണിക്കൂറിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാനും പറ്റും നമ്മളൊരു സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ. എനിക്കൊരു 100 വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്, എഴുതാനായിട്ട് തുടങ്ങി. ഫിസിക്സ് ആണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സ് പഠിച്ച ഒരു വ്യക്തിക്ക് ചരിത്രത്തിൽ ഈ പറഞ്ഞ എക്സ്പെഡീഷൻസിലൊക്കെ കൗതുകം ഉണ്ടാകാൻ കാരണം എന്താ? ഫിസിക്സ് പഠിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഫിസിക്സിൽ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും മഗല്ലൻ സ്ട്രെയിറ്റ് നമ്മളിപ്പോൾ പറയുന്ന ആ കടലിടുക്കിലൂടെ കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം വഴി കണ്ടുപിടിച്ച പല ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ രുചിച്ച് നോക്കിയിട്ട്. എൻ്റെ കാരണം എന്ന് വെച്ചാൽ അകത്തുനിന്ന് വരുന്ന വെള്ളം ഉപ്പ് രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കടലിൽ നിന്ന് മാറി മാറി പോകുന്നുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം വെള്ളം രുചിച്ച് നോക്കിയെന്ന് മാത്രമേ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. എന്തിനും ചെയ്തു. അപ്പം ഞാൻ കഥ പറയുമ്പോൾ അതും കൂടെ പറയും എന്താ സംഭവിച്ചത്. ഇപ്പോൾ ഒരു പര്യവേഷണമുണ്ട്, പോൾ ഡു ഷെയ്യു എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം ആ എക്സ്പെഡീഷൻ നടക്കുന്ന സമയത്ത് കണ്ട സകല മൃഗങ്ങളുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളാണ്. അതിൻ്റെ ആകൃതി ഭാവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്ത് സാധനമാണെന്നുള്ള പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വഴിയെ കൂടെ പോകുമ്പോഴത്തേക്കും വലിയൊരു പാമ്പ് ക്രോസ് ചെയ്ത് പോയി എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഭയങ്കര വലുപ്പമായിരുന്നു. അതിനൊരു കുറച്ച് വർണ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി വരും, ഇതേത് പാമ്പാണ്. അപ്പോൾ ഇദ്ദേഹം എവിടെ ആയിരുന്നുള്ളത്, ആ ലൊക്കേഷൻ ഏതായിരുന്നുള്ളത് നമ്മൾ നോക്കും. നോക്കിയിട്ട് ആ ലൊക്കേഷനിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ആ ലൊക്കേഷനിൽ ഏതൊക്കെ പാമ്പാണ് നിലവിലുള്ളത്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് എന്താണെങ്കിലും അവിടെ ഒരു പഠനം നടത്തിയിട്ടുണ്ടാവും, അത് ഏതൊക്കെ പാമ്പാണെന്നുള്ളത്. ആ പാമ്പിൻ്റെ ലിസ്റ്റ് എടുക്കും. ലിസ്റ്റ് എടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞ പാമ്പ് ആയിട്ട് യോജിക്കുന്ന ഏത് പാമ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാമ്പിൻ്റെ പേര് ഞാനവിടെ പറയും. അത് ഒറിജിനൽ പരിവേഷകം പറഞ്ഞിട്ടില്ല, ഞാൻ പറയും. ഇങ്ങനെയാണ് നമ്മളത് എടുത്തിട്ട് ഇത് സമയമെടുക്കുന്ന പണിയാണ്. ഞാൻ പഠിച്ചത് തൊട്ടടുത്തുള്ള സ്കൂളല്ല, കുറച്ച് ദൂരം, എനിക്ക് തോന്നുന്നൊരു 1/4 മണിക്കൂർ ഞാൻ നടന്നിട്ട് കുടമാളൂർ എന്ന് പറഞ്ഞാൽ അതൊരു പഴയ പള്ളിയും അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു സ്കൂളാണ്, സെൻറ്റ് മേരീസ് UPS. 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം പിന്നെ മാന്നാനം സെൻറ്റ് എഫ്രംസ് എന്ന് പറഞ്ഞിട്ട്, മാന്നാനം ഈ ചാവറ കുര്യാക്കോസ് ഫീലിയസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സെമിനാരിയൊക്കെ ഉള്ള ഒരു മലയാണ്, കുന്ന്. അതിൻ്റെ മേളിലാണ് സെൻറ്റ് എഫ്രംസ് എന്ന് പറഞ്ഞൊരു സ്കൂളുള്ളത്. അവിടെയാണ് 8, 9, 10. പിന്നെ അന്ന് പ്രീ ഡിഗ്രിയാണ്. അത് തൊട്ടപ്പുറം തന്നെ 10 മീറ്റർ അപ്പുറമുള്ള KE കോളേജ്. അത് എല്ലാവരും ഒറ്റ ക്യാമ്പസാണ്. പിന്നെയാണ് ഫിസിക്സിലേക്ക് മാറിയിട്ട് നാട്ടകം ഗവൺമെൻറ് കോളേജ് കോട്ടയത്ത് ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നു. അവിടെ നിന്ന് PG വീണ്ടും ഈ KE കോളേജിലേക്ക് എത്തി. ജോലി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പണികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗൾഫിൽ പോയിട്ട് ഹബീബ് എക്സ്ചേഞ്ച്, ഹബീബ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പാകിസ്ഥാൻ്റെ അണ്ടറിലുള്ള, പാകിസ്ഥാൻ ആളുകളെ അവരുടെ അണ്ടറിലുള്ള ബാങ്ക്സാണ്. അതിലൊക്കെയാണ് ആദ്യം സൂപ്പർവൈസറൊക്കെ ആയിട്ട് അവിടെ ഒരു 5-6 കൊല്ലം അങ്ങനെ അവരുടെ കൂടെ, പാകിസ്ഥാനുള്ള കൂടെ ആയിരുന്നു ആ ഒരു ഭാഗത്ത്. പിന്നെ ആ സമയത്ത് നടന്ന ഒരു പ്രധാന ഇൻസിഡൻറ്റ് ഞാൻ പോഡ്കാസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വെടിവെപ്പൊക്കെ നടന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ബ്രാഞ്ചിലിരിക്കുമ്പോൾ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്.
അത് ഞാനിരിക്കുന്ന ബ്രാഞ്ചിലേക്കൊരു വൈകുന്നേരം ഒരു 5 മണി 6 മണിക്ക് ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുഖമെല്ലാം കൂടെ മാസ്ക് ചെയ്തിട്ട് 2 പിള്ളേർ വന്ന് കയറി പെട്ടെന്ന്. അപ്പം നല്ല പൊടിക്കാറ്റുള്ള സ്ഥലമാണ്. അപ്പം ഞാനും അങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും തുണിയൊക്കെ മൂടിയിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് കയറിയതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. വന്ന് കയറി കഴിഞ്ഞപ്പോഴേ ഇവ മാനേജറിൻ്റെ അവിടെ നിന്നിട്ട് തോക്ക് എടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടിട്ട് എണീക്കാൻ പോകും. അപ്പോഴും ഞങ്ങൾ ഈ തമാശ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് ഇതെന്താണെന്ന് മനസ്സിലായില്ല. വീണ്ടും നോക്കിയപ്പോഴാണ് ഇവൻ്റെ ഇരിക്കുന്ന തോക്കാണ് മനസ്സിലായി. അപ്പം മാനേജർ പതുക്കെ, അദ്ദേഹം ഒരു കറാച്ചിക്കാരനാണ്, പതുക്കെ കൈയൊക്കെ പൊക്കി എഴുന്നേറ്റ്. അപ്പോഴാണ് കാര്യം സീരിയസ് ആയെന്നുള്ളത് മനസ്സിലായത്. പക്ഷേ ആ സമയത്തൊക്കെ അവർക്ക് ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഗണ്ണൊക്കെ എന്തിനാണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് അറിയാം. നമ്മളത് കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ഈ ഇടത്തും വലത്തും ഇരിക്കുന്ന പാകിസ്ഥാനികൾ എന്നോട് പറയുന്നത്, പൊങ്ങണ എനിക്ക് ഇതിങ്ങനെയാണ് അതിൻ്റെ പരിപാടിക്ക്. അപ്പം എല്ലാവരും എഴുന്നേറ്റു, കൈയൊക്കെ പൊക്കി നിന്നു. അപ്പോൾ അവർ പറഞ്ഞ് പുറത്തെ പുറകിലുള്ള ഭിത്തിയോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. കാരണം ഇതിനകത്തൂടെ കയറിയിട്ട് ഞങ്ങളുടെ ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് ക്യാഷ് മൊത്തം എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിലെ ബാഗ് പോലത്തെ വലിയ ബാഗൊക്കെ ഈ പിള്ളേരുടെ കയ്യിലുണ്ട്. ഈ 15-16 വയസ്സ് കണ്ടുള്ള ഇറാൻ ബേസ്ഡ് ആയിട്ടുള്ള പിള്ളേരാണ്. അവർ ക്യാഷിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ ഇപ്പോൾ മേലോട്ട് 2 വെടിയൊക്കെ വെച്ച് ഇതിനകത്ത് ഉണ്ടൊക്കെ ഉണ്ടെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് സംഭവം സീരിയസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു വലിയ സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക ഇത്. അപ്പോൾ ഇവർ പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല, മാറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ നമ്മളെ ഇടിച്ച് മാറ്റി പുറകോട്ട് നിർത്തി പിന്നെ അവിടെ നിലത്ത് ഇരുത്തിച്ചത്. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇവർ നടന്നു പോയിട്ട്, ഇപ്പോൾ ഈ ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന ഒരു പഠാനാണ്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, അവരങ്ങനെ പെട്ടെന്ന് കീഴടങ്ങുന്നൊരു സ്വഭാവം ഇല്ലല്ലോ. അപ്പോൾ അവൻ്റെ മോന്തയ്ക്ക് ഇവർ ഈ കയ്യിരിക്കുന്ന ഈ തോക്ക് വെച്ചിട്ട് 2 ഇടിയും കൊടുത്തു. അവനതോടെ ബോധം പറഞ്ഞ് വീഴുകയും അതിനകത്ത് ഈ സാധനം മുഴുവൻ $, ഒരു എക്സ്ചേഞ്ചാണ്, ഇഷ്ടംപോലെ സാധനം അതിനകത്തുണ്ട്, എല്ലാ ടൈപ്പ് കറൻസി ഉണ്ട്. അതെല്ലാം കൂടെ വലിച്ചു വാരിയിടും. ഇതൊക്കെ ഈ 2 മിനിറ്റ് കൊണ്ട് നടന്ന സാധനങ്ങൾ. എന്നിട്ട് ഇവന്മാർ ഇതിൻ്റെ പുറത്തോട്ട് പോകാൻ നേരത്തെ ഇവന്മാർക്ക് ഈ ക്യാമറാസ് ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ ഇവർക്ക് പേടിയായിട്ട് ഇവരെന്ത് ചെയ്തു, ചുറ്റും കടകടാന്നങ്ങ് വെടി വെച്ച് കയ്യിരിക്കുന്ന സാധനം വെച്ചിട്ട് എന്തോ ഈ കൈത്തോക്കാം. ഇവർ ഈ വെളിയിൽ നിന്ന് ഇറാനിൽ നിന്നൊക്കെ ഈ ബോട്ടിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ പെട്ടിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇത് കടത്തിക്കൊണ്ടൊക്കെ വരുന്നു. അപ്പം അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ചറവിടാന്ന് വെടിവെച്ചു. അപ്പം അതിലിപ്പോൾ ആരെങ്കിലുമൊക്കെ പീസായി പോകേണ്ട ഒരു വെടിവെപ്പായിരുന്നു. എന്നിട്ട് ഇവരങ്ങ് ഇറങ്ങി. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്ന എന്നാന്ന് വെച്ചാൽ, ഇവർ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പാനിക് ബട്ടൺ എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ ഈ, ഞാനാ സൂപ്പർവൈസർ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ഈ സാധനം. ഇത് ആദ്യമേ ഞെക്കാനൊന്നും പറ്റിയില്ല, എനിക്കിത് മനസ്സിലായില്ലല്ലോ എന്നാ സംഭവിച്ചെന്നുള്ളൂ. ഇരുന്ന ശേഷമാണ് കാല് നീട്ടിയിട്ട് കാലുകൊണ്ടാണ് ഞാനിത് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ അവിടുത്തെ പോലീസ് സിസ്റ്റത്തിലേക്ക് അത് പോകും. അങ്ങനെ പെട്ടെന്ന് 2 മിനിറ്റിനകത്ത് പോലീസ് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, അവിടുത്തെ ആ ജംഗ്ഷൻ JNB റൗണ്ട് ബോട്ട് എന്ന് പറയും, അത് ഒരു ബൈക്ക് കൊണ്ട് വെച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോലീസിന് വണ്ടിയായിട്ട് വരാൻ പറ്റില്ലല്ലോ. എന്നിട്ടാണ് ഇവന്മാർ ഇതിനകത്തോട്ട് കയറിയത്. അപ്പം നമ്മൾ പാനിക് ബട്ടൺ അമർത്തിയിട്ട് ആരും വരാഞ്ഞത് അതുകൊണ്ടാണ്. ഇവരെ ഇറങ്ങിപ്പോയി 2 സെക്കൻഡിനകത്ത് ഈ CIDs അതിനകത്ത് വന്ന് കയറി. പിന്നീട് ഇവരെ എവിടെയോ വെച്ചിട്ട് ഇവർ ഹെലികോപ്റ്ററിൽ പോയിട്ട് എയറിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പിടിക്കുമായിരുന്നു. ഈ പിള്ളേരെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് പിടിക്കുമായിരുന്നു. അതിൻ്റെ കേസൊക്കെ ആ സമയത്ത് നടന്നായിരുന്നു. പക്ഷേ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇവരെ ഈ പോലീസുകാർ എന്നെ അകത്ത് വിളിച്ചിട്ട്, ഞാൻ നിന്നതിൻ്റെ പുറകിലൊരു തുളയുണ്ടായിരുന്നു, അതായത് ഭിത്തിയിൽ. അത് വെടി പറഞ്ഞാൽ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിരുന്നെങ്കിൽ കഥ പറച്ചിലൊന്നുമില്ല, കഥ തീർന്നാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കാൻ ഏകദേശം എത്ര സമയം, അതിൻ്റെ പ്രോസസ്സ് എന്താണ്? ഡിപ്പെൻസ്. അതായത് വലിയ സീരീസ് ചെയ്യുന്ന ചിലതൊക്കെ 10-12 സീരീസൊക്കെ പോയിട്ടുണ്ട്, മീൻസ് വീഡിയോസ് പോയിട്ടുണ്ട്. ഒരു വീഡിയോ 1/2 മണിക്കൂർ മുകളിലുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഒരു 4-5 ബുക്സൊക്കെ വായിക്കണം. ഈ 5 ബുക്സിൽ 2 നമ്മൾ ഓൾറെഡി നേരത്തെ വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വീണ്ടും ഇരുന്ന് വായിക്കണം. പിന്നെ ആ ഒരു ഗുണമുള്ളത്, ഇങ്ങനെ വായിച്ച് ഈ വായനയ്ക്ക് നല്ല സ്പീഡാണ്, പെട്ടെന്ന് വായിച്ച് തീർക്കും. വായിച്ച് തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഐഡിയ എൻ്റെ തലയിൽ വരും. അത് വെച്ചിട്ട് പതുക്കെ ഇരുന്ന് അങ്ങ് തുടങ്ങും. അത് ചിലപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് ചിലപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ എടുക്കാറുണ്ട്. ഈ എഴുത്ത് കൈകൊണ്ട് എഴുതുകയാണോ അതോ ടൈപ്പ് ചെയ്യാൻ കൈ കൊണ്ടൊന്നും ഇപ്പോൾ എഴുതാൻ എനിക്ക് വയ്യ, ഞാൻ ഇങ്ങനെ ഈ വിരലിന് വേദന വരും. ഞങ്ങളൊരു ഡെയിലി റൂട്ടീൻ എന്താണ്, നമ്മൾ എന്താണ് ഒരു ഷൂട്ടിങ് എപ്പോഴാണ്, എഴുതുന്നത് എപ്പോഴാണ്? അതായത് ഭൂലോകത്തിൻ്റെ മറുഭാഗത്താണ് ഞാൻ ജീവിക്കുന്നത്. രാത്രിയിലാണ് എല്ലാ പണി. ഞാൻ ആക്റ്റീവ് ആവുന്ന രാത്രിയിലാണ്. അതായത് കോട്ടയത്തൊരു കഫേയുണ്ട്. കഫേയിൽ ഒരു 12-1 മണി വരെ ഞാൻ ഉണ്ടാവും. ആ സമയത്ത് അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യും. വായന കൂടെ ആരും ഇല്ലാത്ത സമയത്ത് ഇരുന്ന് വായിക്കും. ആൾക്കാർ വരുമ്പോൾ വർത്താനം പറയും. ഒരു 12 ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. നേരെ വീട്ടിലോട്ട് വരും. ആ വായിച്ചത് അന്നത്തെ ദിവസം സ്ക്രിപ്റ്റ് ചെയ്യണോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വെളുപ്പിന് 1 മണി തൊട്ടുള്ള സമയത്താണ് ചെയ്യുന്നത്. ഒരു വെളുപ്പിന് ഒരു 5 മണി വരെ ഈ പണിയാണ്. ആ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്താണ്. എഴുതുന്നുണ്ടെങ്കിൽ ആ സമയത്തായിരുന്നു എഴുതുന്നത്. ഇതെല്ലാം ആ ഒരു സമയത്ത്. എന്നിട്ട് 5 മണിക്ക് കിടക്കും. കിടന്നിട്ടൊരു 11 മണിയാകുമ്പോൾ എണീക്കും. ഇതാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പൈനേഴ്സിലുള്ള ഒരാളാണ് താങ്കൾ, കേരളത്തിൽ അറ്റ്ലീസ്റ്റ്. പലർക്കും സംശയം ഉണ്ടാവും ഇതിന് എത്രമാത്രം ആളുകൾ വേണം, എന്തൊക്കെ ചിലവുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ പലപ്പോഴും ക്യാമറ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും സ്ക്രിപ്റ്റ് എഴുതുന്നതും അവതരിപ്പിക്കുന്നതും എല്ലാം താങ്കൾ തന്നെയാണ്. അപ്പോൾ ഈ പല റോളുകൾ എടുക്കുമ്പോൾ അത്
അതൊരു തരം ഏകാന്തത അനുഭവപ്പെടാറില്ലേ അതിനകത്ത്? ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എനിക്ക് സൗകര്യം. അത് ഞാനങ്ങ് ശീലിച്ചു പോയതുകൊണ്ടാണ്. എല്ലാ പണിയും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, അത് എഴുതുന്നു, എഴുതിയ ശേഷം ഷൂട്ട് ചെയ്യുന്നു. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഒരു മുറി സ്റ്റുഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ലൈറ്റ് ഓൺ ആക്കിയിരുന്നു ഞാൻ തന്നെ ഇരുന്ന് പറയുന്നു. എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ, ഐപാഡിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. ഇതിന് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു 10 ദിവസം 15 ഡേയ്സിനുള്ളിലൊക്കെ ഒരു വീഡിയോ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷേ മിനിമം 40-30 മിനിറ്റ്സ് ഉള്ളതാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ആദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നീട് അങ്ങോട്ട് പലതും പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രായോഗികമായിട്ട് എന്തൊക്കെ പ്രശ്നമാണ് നേരിട്ടിട്ടുള്ളത്, അത് എങ്ങനെയൊക്കെ പരിഹരിച്ചിട്ടുള്ളത്? ബുക്സ് കിട്ടാനുള്ള പ്രശ്നങ്ങളുണ്ട്. ചില ബുക്സൊക്കെ കിട്ടാനായിട്ട് പ്രശ്നം. ഇപ്പം ഈ മാർക്കറ്റിൽ ആമസോണിലൊക്കെ ഉള്ള ചില ബുക്സ് ഉണ്ട്. അത് ഞാൻ അവളോട് പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്. തൽഹാർ അലി ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു വേട്ടക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്സ് ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആമസോണിലൊന്നും ലഭ്യമല്ല. ഇങ്ങനെയൊരു വേട്ടക്കാനുണ്ട്, പുള്ളിക്കൊരു ബുക്കുണ്ടെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പം അത് ഈ ബുക്ക് എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തപ്പിച്ച് അവസാനം ഒരു യൂട്യൂബ് ചാനലാണ്, ഒരു പാകിസ്ഥാനി യൂട്യൂബ് ചാനലാണ്. അയാളുടെ കയ്യിൽ ആ ബുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എബോട്ടിൽ നിന്ന് എനിക്ക് അയാളുടെ ഇമെയിൽ കിട്ടി. അയാളെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ കറാച്ചിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ബുക്കുണ്ട്. അപ്പം ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചു തരാം എന്ന് പുള്ളി പറഞ്ഞു. അപ്പം പുള്ളിക്ക് പക്ഷേ ക്യാഷ് വേണം. അപ്പോൾ ഇവിടുന്ന് ക്യാഷ് അയക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഗൾഫിലുള്ള സമം എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു പാകിസ്ഥാനി വഴി ക്യാഷ് അങ്ങോട്ട് അയച്ചു. അതിനുശേഷം ഇദ്ദേഹം അതും അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ പോയിട്ട് അദ്ദേഹം സ്കാൻ ചെയ്തിട്ടാണ് ഈ സാധനം ഇങ്ങോട്ട് അയക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്ത ശേഷമാണ് ഇപ്പോൾ ആമസോണിൽ ഈ ബുക്കുകൾ ഇപ്പോൾ വരാൻ തുടങ്ങിയത്. അപ്പം അങ്ങനത്തെ ക്രൈസിസ് ഇതിനകത്തുണ്ട്. ഇതല്ലാതെ ഇപ്പോൾ ഷൂട്ടിങ്ങോട് ബന്ധപ്പെട്ടുകൊണ്ട് പലതും സ്വന്തം പഠിക്കുകയായിരുന്നല്ലോ. പല കാര്യങ്ങളും തെറ്റായിട്ട് ചെയ്തിട്ട് പിന്നീട് ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാണല്ലോ. അപ്പം ഒരു മുറിക്കകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളടക്കമുള്ള പലതും, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നുള്ളൊരു, ഇപ്പം എക്കോ അടക്കമുള്ള പലതും. ഞാൻ എൻ്റെ iPhone 5 ആദ്യത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ മീനുളിയും പറയാൻ ഈ പിയർബക്സ് ഉൾപ്പെടെയുള്ള വീഡിയോസ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ അതൊക്കെ മതി, ആ ക്വാളിറ്റി മതി എന്നുള്ളതാണ്. പിന്നെ മനസ്സിലായത് മുഖമൊക്കെ ആകെ ബ്ലേഡായിട്ടിരിക്കുന്നത്, പിന്നെ അല്ല ഓവറായിട്ട് വെളുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ആളുകൾ ഈ മൊബൈൽ മാത്രമേ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളുകൾ വലിയ സ്ക്രീനിലൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പോഴത്തേക്ക് ആളുകൾ ഓരോന്ന് പറയാൻ തുടങ്ങി, ആകെ വെളുത്ത് വെള്ളറിയായിരിക്കുന്നത്. അപ്പം ആദ്യമൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. അതിന് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നു. അപ്പോൾ ആളുകൾ കാഴ്ച വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വിഷ്വലി എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളത് ആദ്യം എനിക്ക് അറിയാൻ മേലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആളുകൾ പറയാൻ തുടങ്ങി ഇന്ന പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ മങ്ങിയായിരിക്കുന്നത്. അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റുഡിയോയിൽ ഞാൻ തന്നെ ഓരോന്നും. പിന്നെ നമ്മുടെ ഈ കാണുന്ന ആളുകൾ സൗണ്ട് എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ വിളിച്ചിട്ട് ഇന്നത് ചെയ്യണം. ഇപ്പോൾ ലോഗോ ഒക്കെ ഞാൻ ഒത്തിരി മുകളിൽ കയറ്റി വെച്ചിരുന്നത്, അതൊക്കെ ഇച്ചിരി താഴോട്ട് വെക്കണം, ഇതിനൊരു റേഷ്യോ ഉണ്ട് എന്നൊക്കെ. അതൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാണുന്നവർ തന്നെ എന്നെ പഠിപ്പിക്കുന്നത്, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോസിന് പുറമെ പുസ്തകങ്ങളും 2-3 പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള ആളാണ്. എഴുത്ത് വേറൊരു പ്രോസസ്സാണ്, നമ്മൾ ഈ വിഷ്വൽ ലാംഗ്വേജ് പറയുന്നത് വേറെ പ്രോസസ്സാണ്. അപ്പം ഇതിലേതാണ് താങ്കളുടെ ആശയത്തെ എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്? എഴുത്തിനാണ്. അതായത് വീഡിയോയുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ വീഡിയോ പറഞ്ഞങ്ങ് തീർത്തു, പബ്ലിഷ് ചെയ്തു, തീർന്നു. അതിനകത്ത് നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വലിയൊരു വീഡിയോ പിന്നെ വീണ്ടും നമ്മൾ ഇറക്കണം, അല്ലെങ്കിൽ ആ വീഡിയോയിൽ തെറ്റണമെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് തെറ്റണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആരും കാണത്തു പോലുമില്ല. പക്ഷേ പുസ്തകത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അടുത്ത എഡിഷനിൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ എഡിഷനിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് മാറ്റാം. പിന്നെ ബുക്ക് നമ്മൾ കുറേ മാസങ്ങളൊക്കെ ഇരുന്ന് എഴുതിയിട്ട് അത് പ്രോസസ്സ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. വീഡിയോ എന്ന് പറയുന്നത് ഈ 15 ഡേയ്സിനുള്ളിലാണ് ഈ വീഡിയോ വന്ന് വീഴുന്നത്. അപ്പം ബുക്സിലാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. യൂട്യൂബിൽ നിൽക്കുന്ന പലരും ചിലപ്പോൾ പേടിയോടെ കൂടെ തന്നെ നോക്കുന്ന ഒരു സാധനമാണ് ഈ അൽഗോരിതം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ താങ്കളുടെ വീഡിയോസ് പലതും ആ അൽഗോരിതം കൺവെൻഷൻസിനെ പലതിനും ബ്രേക്ക് ചെയ്യുന്നതുകൂടിയാണ്. അപ്പോൾ അൽഗോരിതത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിനെ നമ്മൾ മാനിക്കേണ്ടതുണ്ടോ, അതോ നമ്മുടെ വഴിക്ക് പോയി അൽഗോരിതം നമ്മുടെ പിന്നാലെ വരികയാണോ ചെയ്യുന്നത്? സത്യത്തിൽ എനിക്ക് ഈ സാധനം എന്നാന്ന് ഇപ്പോൾ അറിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. ആദ്യമേ ആളുകൾ പറഞ്ഞു ഈ 3 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇടണം, അല്ലെങ്കിൽ ചാനലിലേക്ക് ആരും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് 3ാമത്തെ ദിവസം എങ്ങനെയൊക്കെ വീഡിയോ ഇടും. പക്ഷേ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് ആ സമയത്ത് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടുക, 3 ദിവസം കൂടുമ്പോൾ വീഡിയോ വീഴണം എന്നുള്ള ഒരു ഇത് വരുമ്പം അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടുക എന്നുള്ളത് അതൊരു ശരിയായ പണിയല്ല എന്ന് കുറച്ച് മനസ്സിലായി. കാരണം ആ സമയത്ത് തെറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 3 ദിവസം എന്നുള്ളത് അങ്ങ് മാറ്റി, അത് 6 ദിവസമാക്കി. അപ്പോഴും ടോട്ടൽ വ്യൂവിനും ഈ ഒരു മാസം കിട്ടുന്ന ടോട്ടൽ വ്യൂവിനും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനും ഒരു വ്യത്യാസവും ഇല്ല അപ്പോഴും. അത് പിന്നീട് ഈ 6 ഡേയ്സ് എന്നുള്ളത് 10 ഡേയ്സായി, 10 ഡേയ്സ് എന്നുള്ളത് 15 ഡേയ്സായി, ഒരു മാസം വരെയും പോയി. ആളുകൾക്ക് ക്ഷമ കെടാറുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുവരുന്ന കണ്ടന്റിന് ആ പ്രത്യേകത ഉള്ളത് ഒരു മാസം കഴിഞ്ഞ് വരുന്ന കണ്ടന്റിൻ്റെ ക്വാളിറ്റി എന്ന് മനസ്സിലാകുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആളുകൾക്കറിയാം ഇയാൾ താമസിച്ചാൽ കുഴപ്പമില്ല,
അദ്ദേഹം എന്തോ പഠിച്ചിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് ചെയ്തിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പം അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ എനിക്കെങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇട്ടാലും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെയും. പലപ്പോഴും ഇതിൻ്റെ ലെങ്ത്ത്, ഒരു വീഡിയോയുടെ ലെങ്ത്ത് എത്രയായിരിക്കണമെന്ന് പലപ്പോഴും കണ്ടസ്റ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ചിലർ പറയും 5 മിനിറ്റ് 7 മിനിറ്റ്, ചിലർ പറയും 18 മിനിറ്റ് ഐഡിയൽ ലെങ്ത്താണ്, ചിലർ പറയും 20 മിനിറ്റിൽ കൂടരുത്, അരമണിക്കൂർ കൂടരുതെന്നൊക്കെ പറയും. പക്ഷേ അതിനൊക്കെ ഭേദിക്കുന്ന ഒന്നാണ്. അപ്പം തിമിംഗല വേട്ട എന്ന് പറഞ്ഞ എപ്പിസോഡ് താങ്കളുടെ ഏകദേശം 1 മില്യന് പുറത്ത് വ്യൂ ഉണ്ട്. പക്ഷെ അത് 3 മണിക്കൂർ 4 മണിക്കൂറിനടുത്തുണ്ട്. അപ്പോൾ ആളുകളുടെ ക്ഷമ അല്ലെങ്കിൽ ആളുകളുടെ വാച്ചിങ് ഡ്യൂറേഷൻ അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടോ? ക്ഷമ കുറവുള്ളവരുണ്ട്. പക്ഷേ ക്ഷമയുള്ളവരാണ് നമ്മുടെ ചാനലിലുള്ളവർ. അവർക്ക് ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവരാണ് നമ്മുടെ ചാനലിലുള്ള എല്ലാ ആളുകളും. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു സംശയം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളുണ്ട്. ഒരു 1/2 മില്യൺ ആളുകൾ അവിടെ നമ്മുടെ ചാനലിലുണ്ട്. അവരിരുന്ന് എല്ലാ വീഡിയോയിലും 2-3 ലക്ഷം ആളുകൾ ഇരുന്ന് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ക്ഷമിച്ച് ഈ പറയുന്ന ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ട് അത് ആസ്വദിക്കുന്ന ആളുകൾ കേരളത്തിൽ ഒരുപാടുണ്ട് എന്നതിന് തെളിവാത് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മളൊരു 2 മിനിറ്റ് 1 മിനിറ്റുള്ള റീൽസിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഈ ലോങ് വീഡിയോയിൽ നിന്നാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഫർമേഷൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ വീഡിയോ തന്നെ വേണം. ബാങ്കിങ് പോലെ ഒരു വളരെ സുരക്ഷിതത്വമുള്ള ഒരു മേഖലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് ആ ജോലി ഉപേക്ഷിച്ച് രാജിവെച്ച് ഇറങ്ങി പുറപ്പെട്ട് ഇങ്ങനൊരു കരിയറിലേക്ക് വരാൻ ഒരു തീരുമാനം എടുത്തപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പുകളുണ്ടായിരുന്നോ? അത് ഒരു കൺവിക്ഷൻ കിട്ടിയത് എങ്ങനെയാണ്? ഗൾഫിൽ നിന്ന് ഈ ഒരു 5-6 കൊല്ലം അവിടുത്തെ സേവനം മതിയാക്കിയിട്ട് പാകിസ്ഥാന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ശേഷം ഞാൻ പിന്നെ ഭാരതത്തിലേക്ക് മടങ്ങി വന്നായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇടിമണിക്കൽ ജ്വല്ലറി എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു ബന്ധുവിൻ്റെയാണ്. അപ്പോൾ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു, വേറെ പരിപാടിക്കൊന്നും പോകാതെ. അതിന് ശേഷമാണ് സ്റ്റേറ്റ്സിലേക്ക് പോയി. കുറച്ച് നാൾ ടെക്സാസിലുണ്ടായിരുന്നു, പിന്നെ ഫ്ലോറിഡയിലുണ്ടായിരുന്നു, മയാമിയിൽ ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് അപ്പയുടെ ചേട്ടനൊക്കെ അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ അവിടെ ഒരു കുറച്ച് കൊല്ലങ്ങൾ സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ്. അപ്പം ഞാനൊരു ഒറ്റപ്പുത്രനാണ്. എനിക്കൊരു പെങ്ങളുണ്ട്, അനിയത്തിയുണ്ട്, എന്നേക്കാൾ 10 വയസ്സ് എളുപ്പമുള്ളത്. അവളും വെളിയിലാണ്, UK ഉള്ളത്. അപ്പം വീട്ടിൽ പപ്പയും മമ്മിയും മാത്രമേ ഉള്ളൂ. മമ്മിക്ക് ആ സമയത്ത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ അത് കണ്ടുപിടിക്കുകയും, അപ്പോൾ മമ്മി കീമോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രോസസ്സ് കിടക്കുവാണല്ലോ, ഇവിടെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു. പിന്നെ മമ്മിയുടെ കൂട്ടത്തിൽ കുറേ നാൾ നിന്ന സമയത്താണ് ഈ പറയുന്ന ചാനൽ. അപ്പോൾ എനിക്ക് കുറച്ച് ഓൺലൈൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ട്. അതൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ജോലി കിട്ടത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് വർക്കുകളൊക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കുകൾ, IT സംബന്ധമായിട്ടുള്ള വർക്കുകൾ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതുണ്ടായിരുന്നു. അത് ഭയങ്കര ബോറിങ്ങാണ്. ഈ ബോറിങ് വർക്കിനിടയ്ക്ക് പിന്നെ മമ്മിയും കൊണ്ട് കീമോതെറാപ്പിക്ക് പോയി വരിക. ഇത് ആകെ കൂടി ഒരു വല്ലാത്തൊരു മൂഡ് അത്ര നല്ലതല്ലാത്തൊരു സമയത്താണ്. ഒരു മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഈ മീനുളിയൻ പാറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഒന്ന് ചുമ്മാ യാത്ര പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇട്ടേക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഇപ്പോൾ ഈ പരുവത്തിൽ ഇവിടെ എത്തിയത്. അധ്യാപകനാവുള്ള യോഗം ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത്. PG കഴിഞ്ഞിട്ട് ആ സമയത്ത് പഠിപ്പിക്കണം, എവിടെയെങ്കിലും പോയി പഠിപ്പിക്കണം എന്നുള്ള. അപ്പോൾ അന്ന് നമ്മുടെ ഈ PSC ഇങ്ങനെ നമ്മളെ ഓരോ വർഷത്തേക്കും കോൺട്രാക്റ്റ് ബേസിൽ പഠിപ്പിക്കാൻ വിടും. +2 നമ്മൾ പഠിപ്പിക്കാനായിട്ട് വിടും. അപ്പം അങ്ങനെ കുറച്ച് നാൾ, എനിക്കൊന്നൊരു 5 കൊല്ലമെങ്കിലും അതൊക്കെ സൂചിച്ചു പോയതുകൊണ്ട് 5 കൊല്ലത്തോളം ഞാനിങ്ങനെ പല +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഫിസിക്സ് അധ്യാപകനായിട്ട് കോട്ടയം ടൗണിന് ചുറ്റുമുള്ള എനിക്കൊന്നൊരു 8-10 സ്കൂളുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. ഇന്ന് ഈ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് കൂടുതൽ ആളുകൾ ഈ കോട്ടയംകാരനായതുകൊണ്ടും പ്രായമൊക്കെ ഇച്ചിരി ഉള്ളതുകൊണ്ടും അച്ചായ എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ സാറേന്ന് കറക്റ്റായിട്ട് വിളിക്കുന്ന ആളുകളെല്ലാം ഒരു 90% എൻ്റെ അന്നത്തെ സ്റ്റുഡൻസാണ്. അവരൊക്കെ ഇപ്പം ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ ഒന്ന് വിളിക്കുന്നവരെല്ലാം അവരെല്ലാം എൻ്റെ ചാനലിൻ്റെ കീഴെ എല്ലാവരും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ നേട്ടം. കുറച്ചുകൂടി ആളുകൾ വർക്ക് ചെയ്യുന്ന ചാനൽ പലതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പല ലെവലിലൊരു എഡിറ്റോറിയൽ ഇൻ്റർവെൻഷൻ, അതുപോലെ അക്യുറസി ചെക്ക് തുടങ്ങിയ സാധനം, ഫാക്ട് ചെക്ക് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് നടത്തുമ്പോൾ അവനവൻ്റെ ബയസുകൾ, അവനവൻ്റെ പ്രിജുഡീസ് ഒക്കെ ഇതിനെ ബാധിക്കില്ലേ? ഇത് അതിൻ്റെ ഒരു അക്യുറസി എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ബാധിക്കേണ്ടതാണ്. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നല്ലോ, ഇതെങ്ങനെയാണ്, ഇത് ചെയ്തതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ. ഇപ്പം നമുക്ക് ഈ AI ഉണ്ട്, ഇൻ്റർനെറ്റ് യുഗമാണ്. നമുക്കൊരു കാര്യം തപ്പിയെടുക്കാൻ അത് കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമൊന്നും നമുക്കില്ല. നമുക്ക് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഈ ഉത്തരം കിട്ടും. പിന്നെ ഇത് ഒരു പ്രാക്ടീസാണ്. കുറച്ച് കാലം നമ്മളിതിങ്ങനെ ഫാക്റ്റ് ചെക്ക് ചെയ്ത് എറർ ചെക്ക് ചെയ്ത് നമുക്ക് ശീലമാകും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഒരു ചെറിയ തെറ്റ് വന്നാൽ പോലും നമുക്ക് മനസ്സിലാവും ഇത് തെറ്റാണ് എന്നുള്ളത്. അത് പ്രാക്ടീസ് കൊണ്ടും സമയം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് പതുക്കെ ഉണ്ടായി വരുന്നു. പിന്നെ ഏറ്റവും വലിയ എറർ ചെക്കിങ് നടക്കുന്നത് കമൻറ്റ് ബോക്സിലാണ്. നമ്മളെക്കാളും കൂടുതൽ ചരിത്രം അറിയാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ ഇരുന്ന് ഈ സാധനം ഇരുന്ന് കാണുന്നുണ്ട്.
അപ്പോൾ അവർ വന്ന് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഇതുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യം നടന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ അവർ പറയും. അപ്പം ഞാനത് നോട്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ വരുന്ന സമയത്ത് ഇതുകൂടി ഞാൻ ആഡ് ചെയ്യും. അങ്ങനെ ഈ പഴയ വീഡിയോ ഒന്നും നമ്മൾ ഓരോന്ന് പുതിയ വീട്ടിലേക്ക് എടുക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ തലമുറയിൽ വായന കുറവാണെന്ന് പുതിയൊരു ആക്ഷേപമുണ്ട്. അപ്പം താങ്കളുടെ ഒരു ഐഡിയൽ ഓഡിയൻസ് എന്താണ്? ഈ വായിക്കുന്നവരാണോ വായന കുറവുള്ളവരാണോ? വായിക്കുന്നവർ തന്നെയാണ്. അതായത് ഈ വായിക്കുന്ന ആളുകൾക്ക് സമയം ഇപ്പം ഇല്ല. ഇപ്പോൾ ഗൾഫ് ജോലി ചെയ്യുന്ന ആളുകൾ, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിൽ നടക്കുന്ന ആളുകൾ, അവർക്ക് വായിക്കാൻ സമയമില്ല. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ഇത് ഹെഡ്ഫോണിൽ കുത്തിയിട്ട് ഇത് കേട്ടോണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിഷ്വൽസ് ഒന്നും ഇവർ കാണാറില്ല, പക്ഷേ കേട്ടോണ്ടിരിക്കും. ഉറങ്ങുന്ന സമയത്ത് കേൾക്കുന്ന ആളുകളുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സൊമാറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇത് കേട്ടോണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെ കേട്ടോണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് എന്നെ കണ്ട് ഞെട്ടിയ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം അങ്ങനെ ഓരോരുത്തരുടെ കുക്കിങ്ങിനിടയ്ക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരവരുടെ ജീവിതത്തിന് അനുസരിച്ച് അഡോപ്റ്റ് ചെയ്തെല്ലാം കേൾക്കുന്നുണ്ട്. വീഡിയോസിൽ പലതിലും ഇപ്പം യൂറോപ്പിൽ നടന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് നടന്ന് അവിടുത്തെ ഒരു കാടിനകത്തോട്ട് പോകുന്ന അങ്ങനത്തെ പല കഥകളാണ്. അപ്പം ആഗോളതലത്തിലുള്ള കഥകളാണ് പലതും പറഞ്ഞു കേട്ടുള്ളത്. അപ്പം കേരളത്തിലെ അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള കഥകൾ പൊതുവെ കുറവാണ്. അത് ബോധപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണോ അതോ? രണ്ടുമുണ്ട്. എനിക്ക് ഇവിടെ കിടന്ന് തല്ലാൻ വരാം. ഇവിടെ നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു പഴയ ചരിത്രം പറഞ്ഞാൽ ജാതി മതം ഒക്കെ വരും. അപ്പോൾ ഇത് പറയുന്ന സാധനം ഫാക്റ്റാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാതെ നമ്മൾ പറയുന്നത്, അപ്പോൾ എൻ്റെ പേരിൻ്റെ ഇത് വെച്ചിട്ട് അത് ഏത് മതക്കാനാണ് ജാതിക്കാനാണെന്ന് നോക്കിയിട്ടാണ് ഈ കമൻറ്റ് വരുന്നത്. അപ്പം അങ്ങനെ ഞാനിവിടെ വലിയ കാര്യമായിട്ടിരുന്ന് പഠിച്ചിട്ട് വലിയൊരു സാധനം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ പറഞ്ഞ ചേരി തിരിഞ്ഞിട്ട് ഇതിൻ്റെ കീഴെ വന്ന് കമൻ്റ് അടിക്കുന്നുള്ളതല്ല, ഇത് പഠിക്കാനോ ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനൊന്നും ആരും പോകുന്നില്ല. അപ്പം അതിൻ്റെ ആവശ്യമില്ല തൽക്കാലം അങ്ങ് തീരുമാനിച്ച് വെച്ചിരിക്കും. പക്ഷേ ചെയ്യത്തില്ല എന്നുള്ളതല്ല, ചെയ്യും. തൽക്കാലം ഈ ടെൻഷൻ ഒന്നും എടുക്കാൻ എനിക്ക് വയ്യ. ഇപ്പം ഈ ചെയ്ത കഥകൾ പലതും പൈറേറ്റ്സ് അല്ലെങ്കിൽ എക്സ്പെഡീഷൻ, ഇപ്പം മെഗലൻ, യാത്ര, കാട്, അപ്പം ആ ഒരു ജോണർ മനഃപൂർവ്വം തിരഞ്ഞെടുത്താണോ അതോ? എൻ്റെ ഇൻട്രസ്റ്റ് അതാ. ചരിത്രത്തിലേക്കൊന്നും പോകണ്ടെന്ന് വെച്ചിരിക്കുകയാണോ? എക്സ്പെഡീഷനാണ് എൻ്റെ ഇൻട്രസ്റ്റ്. ഹണ്ടിങ്, എക്സ്പെഡീഷൻ, സർവൈവൽ. അപ്പം പലരും പറഞ്ഞേക്കാം നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു നിഷ് കണ്ടുപിടിക്കുക, അതിൽ ഏറ്റവും നല്ല വീഡിയോസ് കൊടുക്കുക, മീൻസ് ഭയങ്കര സ്കാറ്റർഡ് ആയിട്ട് വർക്ക് ചെയ്യാതെ. അപ്പം അങ്ങനെ ഒരു ആശയം ബോധപൂർവ്വം മനസ്സിലുണ്ടോ? ബോധപൂർവ്വം വന്നതല്ല ഇത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് വായിച്ചാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് ഞാനത് വീഡിയോ ആക്കുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? സർവൈവൽ സ്റ്റോറീസ്, കപ്പൽ യാത്രകൾ, എക്സ്പെഡീഷൻ, ഹണ്ടിങ്, അങ്ങനെയുള്ളതൊക്കെയാണ്. എക്സ്പെഷ്യലി ഈ നമ്മുടെ ഭൂമിക്കടിയിലുള്ള ഗുഹകൾ കൂടെയുള്ള യാത്രയില്ലേ, അതിന് അണ്ടർവേൾഡ് തന്നെ, പാതാള ലോകം തന്നെ പേരിട്ട് ഒരു സീരീസ് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഓരോന്ന് തപ്പിയെടുക്കുമ്പോൾ അറിയാതെ അത് തന്നെ കയറി വരിക. ഈ ഇഷ്ടം എന്ന് പറയുന്നത് എവറസ്റ്റ് എക്സ്പെഡീഷൻ എന്നൊക്കെ പറഞ്ഞാൽ പോകാൻ താല്പര്യമുണ്ടോ അതോ വെറും രണ്ടുമുണ്ട്. ആയ സമയത്ത് ഇതെല്ലാം എവറസ്റ്റ് കയറിയിട്ടില്ല, പക്ഷേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരും പല സ്ഥലങ്ങളിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യാനുള്ള അങ്ങനെ ഒരു കഴിവെനിക്കില്ല. അതാണ് പ്രശ്നം. ഈ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഥ പറയാനുള്ള കഴിവാണ്. ഈ കഥ പുസ്തകങ്ങളിലൂടെ വായിക്കുന്നു, ഒരു നോവലിൽ വായിക്കുന്നു, ആ സ്ഥലത്തേക്ക് പിന്നീട് പോകുന്നു. അത് പോയ ശേഷമാണോ ഇത് ചെയ്യുന്നത് അതോ പോകുന്നതിന് മുമ്പേ വായിച്ചത് വെച്ച് തന്നെ ചെയ്യാം? എല്ലായിടത്തും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. പണ്ടത്തെ കഥകളും ചില സ്ഥലങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പം അത് അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പം ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഗൂഗിൾ എർത്തിൽ അങ്ങ് പോകും. അതാണ് എളുപ്പം. അവിടെ പോയിട്ട് പക്ഷേ അതൊരു ഫാക്റ്റാണ്. നമുക്ക് ആ ഒരു ജിയോഗ്രഫി അവിടെ എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ എവിടെയാണ് കഥ നടക്കുന്നത് വെച്ചാൽ അവിടെ കറക്റ്റായിട്ടൊന്ന് പഠിക്കും. അപ്പോൾ അവിടെ ഏതൊക്കെ എന്ത് ടൈപ്പ് മലകളാണ് ഉള്ളത്, അവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നത്, അവിടെ ഏതൊക്കെ ജീവിവർഗ്ഗങ്ങളുണ്ട്, ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് അത് പഠിച്ച ശേഷമാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ആളുകളെ കൊണ്ടുവരും. അതിനാണ് ഒരു കുറച്ച് സമയം എടുക്കുക നമ്മുടെ എല്ലാ വീഡിയോയിലും. ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അവർ വരും. ഇതുപോലത്തെ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞു, ഒരു എക്സ്പെഡീഷനെ പറ്റി അറിഞ്ഞു, അത് ഒരു വീഡിയോ ആക്കാൻ മാത്രമുള്ള കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? എല്ലാ എക്സ്പെഡീഷനും വീഡിയോ ആക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. വീഡിയോയുടെ പ്രശ്നം വെച്ചാൽ ചില വീഡിയോസിൽ അതിൽ അവസാനം ആരെങ്കിലും ഒക്കെ മരിച്ച് എല്ലാം അങ്ങ് തീർന്നു പോകും. അപ്പോൾ തുടർച്ചയായിട്ട് അങ്ങനെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു ഇയാൾ ദുരന്തം മാത്രമാണല്ലോ പറയുന്നത്. അപ്പം ഹിസ്റ്ററിയുടെ പ്രത്യേകത എന്നാ, ഹിസ്റ്ററിയിലുള്ള എല്ലാവരും മരിച്ചത്. അപ്പം ദുരന്തമാണ്, ഹിസ്റ്ററി ഒരു ദുരന്തമാണ്. ചരിത്രത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി. അപ്പം ദുരന്തയെ പറഞ്ഞ് നിർത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർത്തു ചിലത് പക്ഷേ സക്സസ് ആയിട്ടൊക്കെ നിന്നവരുണ്ടല്ലോ, അവർ പിന്നീട് മരിച്ചുപോയി എങ്കിലും ആ സ്റ്റോറി കുഴപ്പമില്ല, അവർ എന്തെങ്കിലും ഒന്ന് കീഴടക്കി, അല്ലെങ്കിൽ ഒരു നദിയിലുള്ള യാത്ര അതിൻ്റെ അറ്റം കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു സംതിങ് റിസൾട്ട് അവിടെ വരുന്നതിന് ആളുകൾക്ക് ഭയങ്കര എന്തോ സംഭവിച്ചു എന്നുള്ളൊരു ഇതുണ്ട്. ഒന്നും ഇല്ലാതെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും പറയും അയ്യോ ഇതൊന്നും ഇല്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലോ എന്ന് തോന്നും. പലർക്കും പല വിഷയങ്ങളിലും മിത്തുകളുണ്ടാവും, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ സ്വന്തം എപ്പിസോഡുകളിലൂടെ? ഉദാഹരണം പറഞ്ഞാൽ ബർമുഡയെ പറ്റി ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഫ്ലോറിഡയിൽ കുറേ നാൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അതിൻ്റെ തീരത്താണ് ബർമുഡ ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ
ദിവസേന പ്ലെയിൻസ് പോകുന്നുണ്ട്, അതുവഴി ഇഷ്ടം പോലെ കപ്പലുകൾ പോകുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ അവിടെ എന്തോ സംഭവമാണ് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ ചില പഴയ കഥകൾ പറയുമ്പോഴത്തേക്കും ഈ ബെർമുഡ ദ്വീപിലായിരിക്കും ചില ആളുകൾ വന്ന് താമസിച്ചിട്ട് പോകുന്നത്. 1800-കളിലും 700-കളിലൊക്കെ ഈ ചില സംഭവങ്ങളൊക്കെ അവിടെ നടന്നിരിക്കുന്നത്. അപ്പം അന്നൊന്നും അവിടെ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ എടുത്ത് പറയും, അത് ഇങ്ങനെ എടുത്ത് അങ്ങനെ പറയുന്നത്, അവിടെ ആ സമയത്ത് അതുവഴിയൊക്കെ ആളുകൾ പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം അത് മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കും, ഇത് ശരിയാണ്, അവിടെ അന്ന് ആളുണ്ടായിരുന്നു, ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെ ഈ പറഞ്ഞു പോകുന്ന വഴിയിൽ ചെറിയ കുത്തിയാണ് പോവുക. നമ്മുടെ നാട്ടിലെ പലർക്കും പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, എവിടെയും പോകാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത, പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ജൂലിയസിൻ്റെ ഈ ഇങ്ങനത്തെ പരിപാടികളിലൂടെ അവർ ചിലപ്പോൾ ഒരു ഫ്രീ ആയിട്ട് സഞ്ചാരമൊക്കെ നടത്തി വരുന്നൊരു ഫീൽ അവർക്ക് ചിലപ്പോൾ കിട്ടാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കാഴ്ച പരിമിതിയുള്ള ആളുകളുണ്ടല്ലോ, അവരിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇടയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം ഇടയായിട്ടില്ല, പക്ഷെ അവർ ഒരു സംഘടന എന്തോ ആണ്, അവർ പൂർണ്ണമായിട്ടിരുന്ന് ഇങ്ങനെയുള്ള നമ്മളതുപോലുള്ള ഈ കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. അപ്പം അവർ അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഒരു കാര്യമായ മാറ്റം നമ്മുടെ വീഡിയോസിൽ വരുത്തിയത്. അതായത് കൂടുതൽ വിഷ്വൽസിനെ ആശ്രയിക്കാതെ അവർക്ക് കേൾക്കേണ്ടതാണല്ലോ, എപ്പോഴും എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും അതാ എൻ്റെ മൈൻഡിൽ വരാൻ തുടങ്ങിയത് അവരെന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വിഷ്വൽസിൽ കാര്യമായിട്ടുള്ള വിഷ്വൽസ് അവിടെ ഉണ്ട്, കാണേണ്ടവർക്ക് കാണാം. അതിനാണ് വീഡിയോസൊക്കെ ഞാനിപ്പോൾ ഇടുന്നത്. പക്ഷേ അത് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്, എന്താണ് നടക്കുന്നതെന്നുള്ളത് ബിറ്റ് ബൈ ബിറ്റായിട്ട് പറയുന്നുണ്ട്. അത് ചിലർക്ക് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ ഇതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്യുന്നത്, അവർക്കും കൂടെ കേൾക്കണമല്ലോ. ദുഃഖകരമായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു ആമസോൺ എക്സ്പെഡീഷൻ ഒരു സീരീസ് ഉണ്ടായിരുന്നു, ഒറിയാനയുടെ. ആദ്യമായിട്ട് ആമസോൺ നദി കൂടെ പോയ ഒരു മനുഷ്യൻ്റെയാണ്. അപ്പം അതിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് 3-ാമത്തെ 4-ാമത്തെയോ പാർട്ട് വീണ് കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് അടുത്ത പാർട്ട് എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പം എടുത്ത വയൽ അങ്ങനെയാണ് ചോദിക്കുന്നത്, ഇവിടുന്ന് നമ്പറൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഉടനെ ഇടുമെങ്കിൽ ഒരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെച്ചു. അപ്പം ഞാൻ ഓർത്തത് ഇതെന്താ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഈ ആമസോണിൻ്റെ അടുത്ത പാർട്ട് ഇട്ട ശേഷം മറ്റൊരു കോള് വന്നിട്ട് പറഞ്ഞു, സാറ് ഭയങ്കര താമസിച്ചാണ് ആ പാർട്ട് ഇട്ടത് എന്ന് പറഞ്ഞു, ചൂടായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പ്രിപ്പയർ ചെയ്യാൻ അടുത്ത സമയമാണ്, എൻ്റെ അങ്കിൾ മരിച്ചുപോയി, അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അത് ഇതുമായിട്ട് എന്നാ ബന്ധം? അങ്കിളാണ് വിളിച്ചത്, അങ്കിള് മരണക്കിടക്കയിലായിരുന്നു. അപ്പോൾ അങ്കിള് ഫ്രണ്ടിൽ ഇരിക്കുന്ന വീഡിയോ ഈ സ്ക്രീനിൽ ഇത് കണ്ടായോ എപ്പോഴും കിടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്ത പാർട്ട് എപ്പോൾ വരും, ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്ക് ഈ മോനോട് ചോദിച്ചതാണ്, ഇദ്ദേഹം ഇതുവരെ വീഡിയോ ഇട്ടില്ലേ എന്നാണ്. അപ്പോൾ ഇദ്ദേഹം മരിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ വീഡിയോ പബ്ലിഷ് ആകുകയും ചെയ്തു. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നതിന് മുമ്പ് ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇത് നടത്തിയില്ല, വിളിച്ചിട്ട് എപ്പോഴും കേൾക്കുന്ന ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ബ്രദർലി ഒരു ഫീലിംഗ് ആണ് നിങ്ങളോടുള്ളത്, എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനില്ല. അപ്പം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് എന്തോ ആരോ ചീറ്റ് ചെയ്തു, അങ്ങനെ എന്തൊരു സംഭവമാണ്. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇവൻ ഇങ്ങനെ എന്തൊരു കാര്യം ചെയ്യാൻ പോകാനായിട്ടാണ് ഇത് വിളിക്കുന്നത് എന്നുള്ളത്. എനിക്കിത് വെളുപ്പിന് 1 മണിക്ക് എങ്ങാണ്ട് കോൾ വരുന്നത്. അപ്പം ഞാൻ അറിയാതെ കയറി, അങ്ങനെ അൺനോൺ കോൾസ് നമ്മൾ എടുക്കുന്നതല്ല, അറിയാതെ കയറി എടുത്തത്, ആരോ ആണെന്ന് വിചാരിച്ചിട്ട് കയറി എടുത്തു കഴിഞ്ഞപ്പോഴാണ്, കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് മാറിയിട്ട് ഇവൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായത്. പിന്നെ വർത്തമാനം പറഞ്ഞ് ആ ഒരു മൂഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഈ ലാസ്റ്റ് ഫോണാണ് എന്നെ വിളിക്കുന്നത്. ഇനി അങ്ങോട്ട് പുള്ളി ഇനി ആരെയും ഫോണൊന്നും വിളിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. വെളുപ്പിന് ഒരു 6 വരെ ഞാൻ ഈ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നു, ഒരു 6 മണി വരെ സംസാരിച്ചുകൊണ്ടിരുന്നു. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നേരം വെളുക്കും, നമുക്ക് ഈ ഇരുട്ടത്താണല്ലോ നമുക്കൊരു വല്ലാത്തൊരു ഇതൊക്കെ. അപ്പം നേരം വെളുക്കുന്നവരെയും ഞാൻ ഈ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മൾ ഈ രാത്രി വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അന്നത്തെ ദിവസം എന്തോ കാര്യത്തിന് ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയതാണ്. പക്ഷേ ഞാൻ ഇരുന്ന് കഴിഞ്ഞ് വെളുപ്പിനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം പുള്ളി വിളിച്ച് കൺഫേം ചെയ്തു ഇദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്നറിയാനായിട്ട്. ഓക്കെയാണ്, ആളവിടെ ഉണ്ട്. പക്ഷേ ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു കാറയിൽ വീട്ടിൽ വന്നിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. മീൻസ് അല്ലെങ്കിൽ പുള്ളി അന്ന് എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാനെ. പക്ഷേ ഇന്ന് ഇദ്ദേഹം നല്ലൊരു പൊസിഷനുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് വർത്തമാനം പറഞ്ഞ് എനിക്കിത് ഉറക്കപ്പിച്ചിലായിരുന്നെങ്കിൽ പക്ഷേ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കേണ്ടതാണ്. പക്ഷേ എന്തോ യോഗത്തിന് മനസ്സിലാകുകയും നമ്മൾ അത്ര നേരം ഇരിക്കുകയും ചെയ്തു. അതുപോലെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഞാൻ കോട്ടയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോവുക, ഒരു വെളുപ്പിന് ഒരു 1 മണി 2 മണി ആ ഒരു ടൈമാണ്. ആ ടൈമിൽ ഒരു ട്രക്ക് ഫ്രണ്ടിൽ കൂടെ പോവുക. അപ്പോൾ ഞാൻ പതുക്കെ ഈ ട്രക്കിനെ അങ്ങനെ ഓവർടേക്ക് ചെയ്തങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ട്രക്ക് ഓടിച്ചിട്ടിരുന്ന ആൾക്ക് എന്തോ ഞാൻ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പുറകെ ഹോൺ അടിച്ചൊക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ തമ്മിലൊരു ചേസ് അങ്ങ് തുടങ്ങി. പിന്നെ അപ്പോൾ രാത്രിയാണല്ലോ, അപ്പം വലിയ ഗതാഗതമൊന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളി 2 തവണ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. ഞാനൊന്ന് സ്ലോ ആയി, പുള്ളി പോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മുമ്പേ പോയ ട്രക്കാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ പുറകെ വരാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുമോ, അതായത് ഒരു ചേസ് തരാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും അങ്ങ് കൂട്ടി പോയി. ഇവനെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് പോയി.
കുറേ ദൂരം ഈ ഞാൻ ഫ്രണ്ടിൽ ഈ ട്രക്ക് പുറകിൽ ഇവൻ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് 2 തവണ ഞാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓവർടേക്ക് ചെയ്തു. ഞാനൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്താണ് എൻ്റെ ഈ മൊട്ടത്തല അവൻ മേളിൽ നിന്ന് താഴ്ന്ന് കണ്ടു. ഇവന് മനസ്സിലായി ഇത് ഞാനാണ് എന്നുള്ളത്. ഇദ്ദേഹം എൻ്റെ ഈ വീഡിയോ കേട്ടോണ്ടാണ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ശബ്ദത്തിൻ്റെ ഉടമയ്ക്കിട്ടാണ് ഈ പുള്ളി പണിതുകൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം കാഞ്ഞിരപ്പള്ളി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഞാൻ വിട്ടുപോകുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഒരു വിധത്തിൽ എന്നെ വന്ന് ഓവർടേക്ക് ചെയ്ത് പിടിച്ച് നിർത്തി. ഇപ്പം ട്രക്ക് കാലി ട്രക്കാണ്, അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്ര സ്പീഡിൽ വരാൻ പറ്റിയത്. അപ്പം കീ അടിക്കുന്നുണ്ടപ്പോൾ ഇവൻ കയറി പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു. കയറിപ്പോയി കഴിഞ്ഞിട്ട് പുള്ളി വന്ന് ക്രോസ് ചെയ്ത് കൊണ്ടങ്ങ് നിർത്തിയപ്പോൾ ഞാൻ ഓർത്ത് തല്ലുറപ്പാം. ഇവൻ ചാടി അങ്ങ് ഇറങ്ങി. അപ്പം ഞാൻ എന്ത് വന്നാലും ഈ ഡോറ് തുറക്കരുത് എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ താത്താൻ പറയുമ്പോൾ ഞാൻ താത്തൂല, ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, മൊബൈൽ എടുത്തിട്ട് ഞാൻ ഏതൊരു വീഡിയോ ഞാനിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പം മനസ്സിലായി ഇത് നമ്മളെ അറിയാവുന്ന ആളാണ്. മനസ്സിലായി. അപ്പോൾ അതൊക്കെ താത്തവൻ പറഞ്ഞു, സാറിൻ്റെ ഈ വീഡിയോ കേട്ടിട്ടാണ് ഞാനിത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ കേട്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ തമ്മിൽ ഈ ചേസ് നടന്നത്. അപ്പോൾ ഈ ഓവർടേക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ എൻ്റെ ഈ തല ഈ പരുവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും ഈ പുള്ളിയെ പോകുന്നുള്ളത്. നമ്മൾ പല കഥകളും പറയാറുണ്ട്. അപ്പോൾ ചില വേട്ടക്കാരുടെ കഥകളൊക്കെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ കഥകളിലൊക്കെ ആൾക്കാരെ അതിലേക്ക് വലിച്ചടിപ്പിച്ചിട്ടുണ്ടാകുന്ന ഘടകം എന്തായിരിക്കും? നിങ്ങളൊരു ഈ പറയുന്ന രീതിയിലെ ഘടകം എന്തായിരുന്നു? ഈ വനം അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാക്സിമം ഞാൻ അതിനകത്ത് ആളുകളെ ആ ഒരു വനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ മുമ്പ് പറഞ്ഞില്ലേ ആ വനത്തിൻ്റെ ഘടന, വനം എങ്ങനെ ഇരിക്കുന്നത്, ചുറ്റുമുള്ള മരങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ സ്പീഷീസ് ഇതൊക്കെ ഞാൻ പറഞ്ഞാണ് പോകുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ് ആളുകൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നൊരു ചിന്ത വരും. പക്ഷെ കുറച്ച് കേട്ട് ഞാൻ മനസ്സിലാവും ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാട് മനസ്സിലായത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ചില വീഡിയോസിലെ രംഗങ്ങൾ അവർക്ക് കറക്റ്റ് കാണാപ്പാടായത് നമ്മളിങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നുണ്ട്. ഈ വനത്തിൻ്റെ പ്രത്യേകത ഇതാണ്. പ്രത്യേകിച്ച് മുമ്പ് പറഞ്ഞ പോൾ ഡുഷൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ്, നമ്മുടെ ഗാബോൺ എന്ന് പറഞ്ഞ ഇന്നത്തെ ഗാബോൺ എന്ന് പറഞ്ഞ കൺട്രിയാണ്. അപ്പോൾ അവിടെ ഒരു ഫെർണാണ്ടോ വാസ്, എനിക്ക് തോന്നുന്നു ആ പേരതാ, അങ്ങനെ ഒരു നദിയുണ്ട്. അദ്ദേഹം അന്നത്തെ കാലത്ത് ഈ ഒരു നദിക്കകത്തൂടെ ഇദ്ദേഹം വന്ന് ഒറ്റയ്ക്കാണ്, കുറച്ച് തോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ മ്യൂസിയങ്ങളിലേക്ക് സ്റ്റഫ് എത്തിക്കുക എന്നുള്ളതാണ് ഈ മൃഗങ്ങളുടെ. അത് അന്നത്തെ ബിസിനസ്സാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാദറും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചെറുപ്പത്തിൽ ഫാദറിൻ്റെ കൂടെ പുള്ളി ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് അവിടുത്തെ നാട്ടുകാരുടെ ഭാഷ അറിയാം. അതാണ് പ്രധാന കാര്യം. അപ്പം ഫാദർ പോയി കഴിഞ്ഞ ശേഷം ഇതേ ബിസിനസ്സാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. അപ്പം അങ്ങനെ ഇദ്ദേഹം അവിടെ ഏതെങ്കിലും ഒരു കപ്പലിൽ അതുവഴി പോകുന്ന ഏതെങ്കിലും കപ്പലിൽ വന്നിട്ട് ഇദ്ദേഹം അവിടെ ഇറക്കും. എന്നിട്ട് ലോക്കൽ ആളുകളുടെ അവിടെയുള്ള താമസിക്കുന്ന ആളുകളുടെ വള്ളത്തേലാണ് പിന്നെ കയറി നടക്കുന്നത്. അപ്പം ഈ തീരത്തുള്ള കുറച്ച് ട്രൈബ്സ് ഉണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തീരത്തുള്ളവർക്ക് ഈ യൂറോപ്യൻസുമായിട്ടും അറബികളും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് ശീലമുള്ളവരാണ്. അപ്പം അവരൊരിക്കലും പ്രശ്നക്കാരല്ല. ഈ ഉള്ളിലുള്ളവരാണ് പുറം ലോകത്ത് കണക്ഷൻ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഈ തീരത്തുള്ള ആളുകളുമായിട്ട് ഇദ്ദേഹം വളരെ കമ്പനിയാണ്. ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു 2-3 സഹായികളെ ഇദ്ദേഹത്തിന് കിട്ടും. എന്നിട്ട് ഇപ്പം അങ്ങനെ പരിവേഷകനില്ല. സാധാരണ ഇവരൊരു 10 പേര് ഒരുമിച്ച് പോവോ, അല്ലെങ്കിൽ 2-3 പേര് കൂടി പോവോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവോ, അങ്ങനെയൊക്കെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുത്തെ 2-3 വേട്ടക്കാരെയും കൂടെ കണക്ട് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലാക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ അകത്തോട്ടുള്ള. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ജിയോഗ്രഫി കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏത് ലൊക്കേഷനിലാണ്, നമുക്ക് GPS ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം പോയത് കാണാനൊന്നും പറ്റത്തില്ല. ആകെ അറിയാവുന്നത് ഗാമോണിലെ ഈ പുറത്തുനിന്ന് അകത്തേക്ക് കിടക്കുന്ന കുറേ നദികളുണ്ട്. അതിൽ ആ വഴി കൂടി ഇദ്ദേഹം പോയിട്ടുണ്ടോ എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരെ ചെയ്തിട്ട് ഈ ഗാമോൺ അങ്ങ് പഠിക്കും. അപ്പോൾ ഇദ്ദേഹം പോയ വഴികൾ ഏതാണ്ട് ഒരു രൂപമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആ ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളും അങ്ങനെ പോവും. രസം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ടെൻ്റ് അടിക്കും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അവരവിടുത്തെ ഈ ട്രൈബ്സ് ആണല്ലോ, അവർക്ക് പ്രത്യേക രീതികളൊക്കെ ഉണ്ട്, പല പല അന്ധവിശ്വാസങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ മാക്സിമം ഭയങ്കര ദുരന്തങ്ങളൊക്കെ, അന്ധവിശ്വാസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ ഒരാളെ കൊല്ലുക, ഇതൊക്കെ ഇദ്ദേഹം നേരിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് ഇദ്ദേഹം ഇടപെടുന്നൊന്നുമില്ല, ഇടപെടാൻ പറ്റില്ലല്ലോ, ഇവരുടെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരു മൃഗത്തെ കൊല്ലേണ്ടതിനൊക്കെ വിധമുണ്ട് ഇവർക്ക്. പിന്നെ ഇവർ മൃഗങ്ങളെ കാര്യമായിട്ട് യൂസ് ചെയ്യും ഈ വേട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ചില നായ്ക്കൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ആ നായ്ക്കൾ മണം പിടിച്ചിട്ട് ഈ മൃഗങ്ങളെ കണ്ടെത്തും. പിന്നെ കുരങ്ങുണ്ട്. ആ കുരങ്ങ് എന്ത് ചെയ്യും, കുരങ്ങ് കൂട്ടത്തിലുള്ള ട്രൂപ്പിലുള്ള ബാക്കി കുരങ്ങുകളെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വിളിച്ചു വരുത്തും. എന്നിട്ട് ഇവർ വെടിവെച്ച് കൊല്ലും അതിനെ. അപ്പം കുരങ്ങെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഇവർക്ക് ആഹാരം അതാ. ഈ കൊടുങ്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആഹാരം കിട്ടത്തില്ലല്ലോ. അപ്പം അതിന് ഈ കുരങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇവൻ്റെ ആൾക്കാരെ തന്നെ വിളിച്ച് വരുത്തിയിട്ട് ചതിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പം നായയും ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം ഭയങ്കര വിശ്വസ്തരായിട്ടുള്ള നായ്ക്കളുണ്ട് ഇവരുടെ കൂടുതൽ. അതിൽ അപ്പം പിന്നീട് പഠിച്ചപ്പോൾ മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 1-2 ഇനം നായ്ക്കൾ ഇപ്പം ലോകത്തേ ഇല്ല. അവിടെ നിന്ന് അന്യം നിന്ന് പോയ നായ്ക്കളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഹണ്ടിങ് ഡോഗ്സ് ഒക്കെയാണ്. നമ്മുടെ സദേൺ കേരളത്തിലൊക്കെ
ചെങ്കോട്ട നായ എന്നൊക്കെ പറഞ്ഞ് കുറേ ഹണ്ടിങ് ഡോഗ്സ് ഉണ്ടല്ലോ. അതുപോലെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം മാക്സിമം അവിടുത്തെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്താണ് ഈ മനുഷ്യൻ മുന്നോട്ടേക്ക് പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ഗൊറില്ല എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മിത്താണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം നേരിട്ട് പോയിട്ട് ഗൊറില്ലയെ കാണുകയും വെടിവെച്ചിട്ട് അതിൻ്റെ സ്പെസിമെൻ എടുത്തുകൊണ്ട് കാണിച്ചിട്ട് ഇതാണ് ഗൊറില്ല എന്ന് കാണിച്ച ആദ്യത്തെ വ്യക്തി ഈ പോൾ ഡു ഷെയ്യുവാണ്. അതുപോലെ തന്നെ പിഗ്മികളുണ്ടല്ലോ. പിഗ്മി മനുഷ്യർ, ഇത്രയും പൊക്കം കുറഞ്ഞ മനുഷ്യർ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ട് എന്ന് ആദ്യമേ കണ്ടിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് ഇതെല്ലാം ആദ്യം കണ്ടെത്തിയത് ഈ ഒരൊറ്റ ആളാണ്. ഇതെല്ലാം ആദ്യമേ ഈ യൂറോപ്പിൽ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വിചാരിച്ചു ഇയാൾ ഭയങ്കര വെടിയനാണ്, ഇങ്ങനെയൊന്നുമില്ല ഗൊറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മനുഷ്യനെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഗൊറില്ലയെ അവിടെയുള്ള ആളുകൾ മനുഷ്യനായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്, കുറച്ചുകൂടെ വനവാസിയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് അവർ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മനുഷ്യനാണെന്നാണ് ഇവർ പുറത്ത് പറയുന്നത്. അപ്പോൾ ഇത് മൃഗമാണെന്നുള്ള കാര്യം ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇത് പുറത്ത് കൊണ്ട് കാണിച്ചതെല്ലാം ഈ പോൾ ഡു ഷോയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് കുറച്ച് ആരോപണങ്ങൾ ആ സമയത്ത് കള്ളനാണ്, ഇദ്ദേഹം പറയുന്നതെല്ലാം വെടിയാണ്. അപ്പം ചില കാര്യങ്ങളിൽ ഇദ്ദേഹം ഇച്ചിരി കൂട്ടിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഇറങ്ങിയ വേറെ ചില ബുക്സിൽ നിന്നൊക്കെ പുള്ളി ഇദ്ദേഹം സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ അദ്ദേഹം നമുക്കിതിനകത്ത് പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന, അതായത് ഏതെങ്കിലും ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. നമ്മുടെ ഈ പറച്ചിൽ നിന്ന് കഥ പറച്ചിൽ നമ്മളങ്ങ് ഒഴിവാക്കും. ഫാക്റ്റ് മാത്രം പറയും. ഇദ്ദേഹം എവിടെ പോകുന്നു, അവിടുത്തെ കാര്യങ്ങൾ, അവിടെ എന്ത് സംഭവിക്കുന്നു, നരഭോജികളായിട്ടുള്ള ഇദ്ദേഹം നരഭോജിയാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ചില ട്രൈബ്സ് ഒന്നും ആക്ച്വലി നരഭോജികളല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കേട്ടുകേൾവിയാണ്. അപ്പം അന്ന് ഒരു ബുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നരഭോജി എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ ഈ ബുക്ക് അങ്ങ് വിറ്റുപോകും, ഭയങ്കരമായിട്ട് അങ്ങ് വിറ്റുപോകും. നരഭോജികളുടെ ഇടയിൽ 16 ദിവസം എന്നൊക്കെ പറഞ്ഞത് കോമൺ ടൈറ്റിലാണ് അന്നത്തെ. ഇത് കാണുമ്പോഴത്തേക്കും ആളുകൾ അന്ന് മേടിക്കും. ഇന്ന് നമ്മൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ ആളുകളെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ബൈറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ അന്നത്തെ സാധനം ഇതാ നരഭോജി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് കിടക്കുക ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് കിടന്നില്ലെങ്കിലും ആളുകൾ ഇങ്ങനത്തെ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് ചരിത്രകാരന്മാർ ഇതൊക്കെ പഠിച്ചിട്ട് ഇതിലേതാണ് നടന്നിട്ടുള്ളത്, ഇതേതാണ് നടന്നിട്ടില്ലാത്തതൊക്കെ വേർതിരിച്ചിട്ടെടുത്ത് ഒറിജിനൽ ഫിക്ഷൻ ഏതാണ്, നോൺ ഫിക്ഷൻ ഏതാണ് എന്നുള്ളതൊക്കെ ഈ ഒരു അടുത്ത കാലത്താണ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. ജൂലിയസിനെ പോലെ കഥകൾ ഇപ്പം അത്രയും എഫേർട്ട് എടുത്തിട്ട് കഥ പറയുന്നത് ഫാക്ച്വലി ട്രൂ ആയിട്ടുള്ള, ഇപ്പം യൂട്യൂബ് പൊതുവേ ആ സ്പേസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആർക്കും എന്തും പറയാം എന്നുള്ളതാണ്. വളരെ എഫേർട്ട് എടുത്ത് ട്രൂത്ത്ഫുൾ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടൊക്കെ കഥ പറയുന്ന ആളുകൾ വളരെ കുറച്ച് പേരുള്ളൂ. അപ്പം പുതുതായിട്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട്, പുതിയ യൂട്യൂബേഴ്സിനോട് എന്താ പറയാനുള്ളത്? പണിയെടുക്കണം, നല്ല രീതിയിൽ പണിയെടുക്കണം. നമുക്ക് പെട്ടെന്ന് കണ്ടന്റുകൾ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുക. അതിനായി ഈ റീൽസൊക്കെ എടുക്കുന്നത് 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലേ ഉള്ളൂ, പെട്ടെന്ന് പണി തീരും. ഞാൻ ഒരു 40 മിനിറ്റ് വീഡിയോ എടുക്കാനായിട്ട് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു 2-3 ആഴ്ച എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റേത് 2 സെക്കൻഡ് കൊണ്ട് പണി തീരും. അപ്പോൾ അതിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ. പക്ഷെ അതിന് നമ്മൾ ഒരു ദിവസം എത്ര റീൽസ് ഇരുന്ന് കാണുന്നുണ്ട്? ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ തലയിരിപ്പുണ്ടോ? ഒരെണ്ണം ഇരിപ്പുണ്ടോ? ഒരു 1000 റീൽസ് ഇരുന്ന് കണ്ടാൽ അതിലൊരു രംഗം പോലും ചിലപ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാവില്ല. 40 മിനിറ്റ് നമ്മുടെ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അതിലെ ആ കഥാപാത്രം നമ്മുടെ തലയിൽ ഉണ്ട്. ഇപ്പം പോൾ ഡു ഷെയ്യു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മുടെ ഒരു ചരിത്ര പുരുഷനുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ വീഡിയോസ് എനിക്കൊന്ന് വ്യൂസ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീഡിയോസിനാണ്. ആളുകൾ ഒരു പുള്ളി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ പുള്ളിയെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെയാണ് ഇപ്പം നമ്മുടെ കമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻസ് ആയിട്ട് റൊഗാല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അദ്ദേഹത്തിൻ്റെ നായ്ക്കളുടെ പേരുകൾ അതൊക്കെ ആൾക്കാർ അവരുടെ നായ്ക്കൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടച്ച് ഞാനത് മുമ്പേ പറഞ്ഞു, മറ്റേത് ഇൻഫർമേഷൻ കിട്ടും, ഇത് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വീഡിയോസിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലാത്ത, ഇനി അങ്ങോട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയ കഥകൾ? മുമ്പ് പറഞ്ഞല്ലോ, ഇന്ത്യൻ കഥകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല, അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ ചെയ്യാനുള്ള കുറേയേറെ ഏരിയകൾ ഇനിയും കിടപ്പുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ഭാവി പദ്ധതികൾ, ഇപ്പോൾ ഡോക്യുമെൻ്ററി പറഞ്ഞു, അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വലിയ പദ്ധതികൾ മനസ്സിലുണ്ടോ? മനസ്സിലുണ്ട്, പറയത്തില്ല.